പാർട്ടിയെല്ലാം തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെ തിരുത്തേണ്ടതുണ്ടോ അവരെയെല്ലാം തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഇന്നയാളെന്നൊന്നുമില്ല. തിരുത്തൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് CPM-ന്റെ തിരുത്തൽ നടപടികളെ സംബന്ധിച്ച് MV ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ. തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോക്കിൽ ആരാണ് ഏതാണ് എന്നൊന്നും നോക്കുകയില്ല എന്നാണ് ഗോവിന്ദൻ മാഷിന്റെ വാക്കുകളുടെ സാരം. എന്നാൽ തിരുത്തി തുടങ്ങുമ്പോൾ എവിടെ നിന്നും എവിടെ വരെ എന്നത് ഏറെ പ്രസക്തമാണ്. മുകളിൽ നിന്ന് താഴേക്കോ അതോ താഴെ നിന്ന് മുകളിലോട്ടോ ഏത് നിലയിലാണെങ്കിലും CPM-ന് EP ജയരാജൻ എന്ന വലിയ പ്രതിസന്ധിയെ നേരിട്ടേ പറ്റുകയുള്ളൂ. EP ജയരാജനെതിരെ നടപടി സ്വീകരിച്ചാൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് CPM-ന്റെ നടപടിയിൽ EP-ക്ക് അസ്വസ്ഥതയുണ്ടാവുകയാണെങ്കിൽ അത് CPM എന്ന പാർട്ടിക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല. പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കും. എന്നാൽ EP ജയരാജനെ മാറ്റാതെ മുന്നോട്ട് പോയാൽ EP മൂലം പാർട്ടിക്കുണ്ടായ വികൃത മുഖവുമായി CPM വീണ്ടും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടി വരും. മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ പലതിനും കഴമ്പുണ്ട് എന്നും വരും. CPM-ന്റെ ആജന്മ ശത്രുവായ BJP-യുമായി CPM-ന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്ക് ആക്കം കൂടും. അതുകൊണ്ട് തന്നെ EP വരുത്തിവെച്ച തെറ്റ് തിരുത്താതെ CPM-ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എന്നാൽ തെറ്റിനെ തിരുത്തുമ്പോൾ CPM-ൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഒറ്റനോട്ടത്തിൽ EP ജയരാജനെ പാർട്ടിയിൽ അഥവാ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ അതേസമയം തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ജയരാജന്മാർ തമ്മിലുള്ള പോരിൽ P ജയരാജൻ ഇപ്പോൾ അലങ്കരിക്കുന്ന മരക്കസേരയ്ക്ക് കരുത്തുകൂടും എന്നല്ലാതെ അത് സംസ്ഥാന ഘടകത്തെ ഒട്ടും ബാധിക്കില്ല എന്നാണ് ഒരു കൂട്ടരുടെ വിശകലനം. താല്പര്യമില്ലാതെ EP ജയരാജൻ മാറുകയാണെങ്കിൽ അത് സംസ്ഥാന ഘടകത്തെയും സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മറുപക്ഷവാദവുമുണ്ട്. EP ജയരാജൻ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഏറെക്കാലം CPM-ന്റെ പ്രധാന ഭാഗമായിരുന്നു എന്ന നിലയിൽ ജയരാജൻ മനസ്സോടെയുള്ള മാറ്റി നിർത്തൽ പാർട്ടിക്ക് ദോഷമായി വരും. CPM-നോട് കൂടി ഒരുപാട് നാളുകളായി അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ CPM എന്ന പാർട്ടിയിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ പുറത്താകാനുള്ള സാധ്യതയുണ്ട്. CPM-ൽ ഉള്ളിടത്തോളം കാലം EP ജയരാജൻ യാതൊരു കാരണവശാലും BJP-യിലേക്ക് പോകില്ല എന്നുള്ള ഒരു വിശ്വാസം നിലവിലുണ്ട്. അധികാരം നഷ്ടപ്പെടുമ്പോൾ സ്വാധീനിക്കാനുള്ള ശ്രമം മറുഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളത് നിർണായകം തന്നെയാണ്. EP ഇടറിയാൽ പാർട്ടി രഹസ്യം മാത്രമല്ല ചോരുക, പിണറായിക്കെതിരെ ഇപ്പോൾ നിൽക്കുന്ന ഒരുപാട് ആരോപണങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. തെളിവില്ല എന്നും മടിയിൽ കനമില്ല എന്നുള്ള വാദങ്ങൾക്ക് ഒരുപക്ഷെ തെളിവുകൾ വരും. മറ്റൊരു പ്രധാന ഘടകം പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് EP ജയരാജൻ എന്നത് ആണ് മറ്റൊരു സവിശേഷത. അതും പാർട്ടിക്ക് പ്രതികൂലമായി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഒരു വിമത നീക്കം പാർട്ടിക്കെതിരെ EP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് EP-ക്ക് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്ര സുഖകരമായിരിക്കുകയില്ല എന്ന വെല്ലുവിളിയുമുണ്ട്. അതായത് EP ജയരാജൻ പാർട്ടിക്ക് പ്രതികൂലമായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും കർശന നീക്കം ഉണ്ടാകുമെന്ന് സാരം. സംസ്ഥാന ഘടകത്തെ മാറ്റി നിർത്തി കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് പരിശോധിച്ചാൽ കണ്ണൂരിലെ ജയരാജ രാഷ്ട്രീയത്തിൽ EP ജയരാജന്റെ കരുത്ത് കുറയും. നേരെ തിരിച്ച് P ജയരാജന്റെ കരുത്ത് വർദ്ധിക്കും. ഈ EP ജയരാജനെ മാറ്റിയാൽ പാർട്ടിക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുക എന്ന് പരിശോധിച്ചാൽ സംഘപരിവാറിന് എതിരെ തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അജണ്ട എന്ന് നിഷ്പക്ഷമായി തന്നെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിയുടെ മൈലേജ് കൂടും. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EP ജയരാജന്റെ വെളിപ്പെടുത്തൽ മൂലം പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവ തിരിച്ചുപിടിക്കാൻ സാധിക്കും. CPM-ന്റെ തിരുത്തൽ നടപടികളിൽ കഴമ്പുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങും. പാർട്ടിയിലുള്ള വിശ്വാസ്യത കൂടും. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീങ്ങിത്തുടങ്ങുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വരും. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന് ഏറെ അനുകൂലമായി വരും. എന്നാൽ കണ്ണൂരിനെ സംബന്ധിച്ച് അതുവരെയുള്ള രാഷ്ട്രീയത്തിലെ മുഖച്ഛായ മാറും. പിണറായി വന്നതിന് ശേഷം ഒതുങ്ങിക്കൂടിയ പിണറായിയോളം തലപ്പൊക്കമുള്ള P ജയരാജൻ എന്ന നേതാവിന് അല്പം കരുത്തുകൂടും. EP ജയരാജന് പിന്നെയും അദ്ദേഹത്തിന്റെ വികസനങ്ങളെയും നീക്കങ്ങളെയും ജനങ്ങളെ ബോധിപ്പിക്കാൻ കാലതാമസമെടുക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലായിരുന്നു EP ജയരാജനെ സംബന്ധിക്കുന്ന വിവാദം തലപൊക്കുന്നത്. പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്നതായിരുന്നു വിവാദം. ആ വിവാദത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ദിവസമാണ് EP ജയരാജന്റെ മറുപടി വരുന്നത്. വാർത്തയിൽ പറയുന്നതെല്ലാം തന്നെ സത്യമാണ്. താൻ ജാവദേക്കറുമായി അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു EP ജയരാജന്റെ വാദം. എന്നാൽ EP ജയരാജൻ എന്തുകൊണ്ട് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തി എന്നതിനേക്കാൾ കൂടുതൽ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് അന്ന് ആകെ തരംഗം സൃഷ്ടിച്ച വാർത്ത. അതുകൊണ്ട് തന്നെ CPM-നോട് അനുകൂല നിലപാടുള്ള ഒരുപാട് ആളുകളിൽ അത് ആശങ്കയുണ്ടാക്കി എന്നൊരു വിശകലനവും പഠനവും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-ന് ലഭിക്കേണ്ട ഒരുപാട് വോട്ടുകൾ മാറിപ്പോയി എന്നുള്ള വിമർശനവും വിശകലനവും വന്നിരുന്നതാണ്. EP ജയരാജന്റെ ആ തുറന്നു പറച്ചിൽ വോട്ടിന്റെ ശതമാനം കുറയ്ക്കുക മാത്രമല്ല പാർട്ടിക്കും വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. മാത്രമല്ല
മാത്രമല്ല, വൈദേകൻ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. വൈദേകൻ റിസോർട്ടുമായി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധവും VP ജയരാജനുമായുള്ള ബന്ധവും എല്ലാം തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ നാളിതുവരെയായി തെരഞ്ഞെടുപ്പിന് ശേഷം ജാവദേക്കറുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധത്തിലും ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിച്ചില്ല. EP ജയരാജൻ സംഘപരിവാറുമായും BJPയുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആരോപിക്കുകയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷം കിട്ടിയ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത്.